പാവങ്ങളിലൂടെ പാബ്ലോ പിക്കാസോയുടെ ഗോർണിക്കയിലൂടെ അവരെല്ലാം അവരവരുടെ കാലത്തെ കൂടി പ്രതിഫലിപ്പിക്കുകയും അവയാകട്ടെ ലോകത്താകമാനമുള്ള പല ജനമുന്നേറ്റങ്ങൾക്കും ഊർജവും അവലംബവുമായി മാറി. അങ്ങനെ കലാസൃഷ്ടികൾ പല കാലങ്ങളിലൂടെ സഞ്ചരിച്ച് സമൂഹത്തെ പുതുക്കിപ്പണിയുന്ന കാഴ്ചകൾ നാം കണ്ടു. എന്നാൽ ഇപ്പോൾ മറ്റൊരു തരത്തിൽ കലയെയും കലാപ്രകടനങ്ങളെയും ദുരുപയോഗം ചെയ്യുന്ന നിലയുണ്ടാവുകയാണ്. വിദ്വേഷം വളർത്താൻ, കലാപങ്ങൾ ഉണ്ടാക്കാൻ, വംശഹത്യകളെ ന്യായീകരിക്കാൻ ഒക്കെ കലയെ ഉപയോഗപ്പെടുത്തുകയാണ്. കേരളത്തിൻ്റെ മതനിരപേക്ഷ മനസ്സിനെ വിഷലിപ്തമാക്കാനും കേരളത്തെ ഒന്നാകെ താറടിച്ച് കാണിക്കാനുമുള്ള ശ്രമങ്ങൾ സിനിമകളിലൂടെയും മറ്റും ഉണ്ടാക്കുന്ന കാഴ്ചയ്ക്ക് നാം സാക്ഷ്യം വഹിച്ചു. അത്തരം കലാസൃഷ്ടികൾക്ക് ദേശീയ തലത്തിൽ തന്നെ അംഗീകാരം നൽകുന്ന നിലയുമുണ്ടായി. കലയ്ക്കുള്ള പുരസ്കാരങ്ങൾ നൽകാനുള്ള മാനദണ്ഡം കലയല്ലാതായി മാറുകയാണ്. അതെല്ലാം ചെറുക്കപ്പെടുന്നു. അതിനുള്ള നിലപൊരുക്കാൻ ബിനാലെ പോലെയുള്ള കൂട്ടായ്മകൾക്ക് കഴിയണം. നേരത്തെ സൂചിപ്പിച്ചതുപോലെ സാംസ്കാരിക കൈമാറ്റങ്ങളാണ് ഇത്തരം കലാമേളകളുടെ പ്രധാനപ്പെട്ട ഒരു സവിശേഷത. എത്രയെത്ര വൈവിധ്യങ്ങൾ നിറഞ്ഞതാണ് നമ്മുടെ ലോകമെന്നത് കൂടി ഈ മേളകൾ നമുക്ക് കാണിച്ചു തരുന്നത്. വിവിധ ദേശങ്ങളുടെ കലാസൃഷ്ടികൾ, അവയുടെ ചരിത്രാനുഭവങ്ങൾ, അതോടൊപ്പം വൈയക്തികമായ അനുഭവങ്ങൾ ഇതിലൂടെ നമുക്ക് പകർന്നു കിട്ടും. നാം അനുഭവിക്കാത്ത അനേകം ജീവിതങ്ങളുടെ അനുഭൂതി ഈ കലാസൃഷ്ടികൾ നമ്മളിൽ നിറക്കും. അത് ആസ്വദിക്കപ്പെടേണ്ടത് തന്നെയാണ്. ഇത് ബിനാലെയുടെ കലാപരമായ അംശം. ഇതിനുപരി ഒരു രാഷ്ട്രീയ മാനം കൂടി ബിനാലെയിലുണ്ട്. വൈവിധ്യങ്ങളെ തച്ചുടച്ചുകൊണ്ട് ഒരൊറ്റ വംശം, ഒരൊറ്റ ഭാഷ, ഒരൊറ്റ വേഷം എന്നിങ്ങനെയുള്ള പ്രതിരോധകരമായ ആശയങ്ങൾ നടപ്പാക്കാൻ പല ശക്തികളും തുനിയുന്ന കാലമാണിത്. ഇവിടുത്തെ വൈവിധ്യമാർന്ന സാംസ്കാരിക പ്രാതിനിധ്യത്തിലൂടെ അത്തരം നീക്കങ്ങൾക്കെതിരെയുള്ള ചെറുത്തുനിൽപ്പുകൾക്ക് കരുത്തു പകരുന്നു എന്നതാണ് ബിനാലെയുടെ രാഷ്ട്രീയമാനം. കലയും സംസ്കാരവും ഭൗതികമായ ഇടപെടലുകൾ മാത്രമാണെന്ന ധാരണ ചിലയിടങ്ങളിലുണ്ട്. എന്നാൽ അങ്ങനെയല്ല. മണ്ണിനോടും മനുഷ്യനോടും ചേർന്ന് നിൽക്കുമ്പോഴാണ് കല കലയാകുന്നത്, അത് കാലാധിപത്യമാകുന്നത്. അങ്ങനെ നോക്കുമ്പോൾ സാംസ്കാരിക രംഗത്തെ പുരോഗതി സാമൂഹിക പുരോഗതിയുടെ തന്നെ ഭാഗമാണ്. അതുകൊണ്ടാണ് സാംസ്കാരിക രംഗത്തെ പരിപോഷിപ്പിക്കുന്നതിനായുള്ള ഇടപെടലുകൾ LDF സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. എല്ലാ ജില്ലകളിലും സാംസ്കാരിക സമുച്ചയങ്ങൾ സ്ഥാപിക്കുന്നതിനുള്ള നടപടികളുമായി സർക്കാർ മുന്നോട്ട് പോവുകയാണ്. കൊല്ലം, പാലക്കാട് ജില്ലകളിൽ ഇവയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തീകരിച്ചു. കലാകാരന്മാരുടെ വാസനയെയും നൈപുണ്യത്തെയും അന്തർദേശീയ കലാകമ്പോളവുമായി ബന്ധിപ്പിക്കുന്നതിനുള്ള റൂറൽ ആർട്ട് ഹബ്ബുകൾ പ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ട്. സാംസ്കാരിക പൊതുയിടങ്ങൾ സൃഷ്ടിക്കുന്നതിന്റെ ഭാഗമായി നാട്ടരങ്ങ് എന്ന പദ്ധതി നടപ്പിലാക്കി വരികയാണ്. രാജാ രവിവർമ്മയുടെ പേരിൽ ആർട്ട് ഗാലറി സ്ഥാപിച്ചതും ചിത്രകാരൻ A. രാമേന്ദ്രന്റെ പേരിൽ മ്യൂസിയം സ്ഥാപിച്ചതുമെല്ലാം രാജ്യം ശ്രദ്ധിച്ച ഇടപെടലുകളാണ്. ഇതുകൂടാതെ വിവിധ സാംസ്കാരിക സ്ഥാപനങ്ങൾക്ക് സർക്കാർ നേരിട്ട് ധനസഹായവും ലഭ്യമാക്കുന്നുണ്ട്. ഇത്തരത്തിലുള്ള ഇടപെടലുകൾ സാംസ്കാരിക മേഖലയെ പരിപോഷിപ്പിക്കും എന്ന കാര്യത്തിൽ സംശയമില്ല. അങ്ങനെ സാംസ്കാരിക രംഗത്ത് കാര്യക്ഷമമായി ഇടപെട്ടുകൊണ്ട് സാമൂഹിക പുരോഗതി കാക്കാകൂട്ടാനാണ് കേരളത്തിലെ സർക്കാർ ശ്രമിക്കുന്നത്. അതിനോട് ഒത്തുചേർന്ന് നീങ്ങാൻ ബിനാലെയ്ക്ക് നേതൃത്വം നൽകുന്നവർ തയ്യാറാകണമെന്നാണ് അഭ്യർത്ഥിക്കാനുള്ളത്. വൈവിധ്യങ്ങളെ പരിപോഷിക്കുന്ന ബൃഹത്തായ ഒരു മേളയായി വളരാൻ നമ്മുടെ ബിനാലെക്ക് കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് I declare that the 6th edition of the Kochi Musalis Biennale is open. Thank you.